Good evening all. എൻ്റെ പേര് അർച്ചന രാജു. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. Myself a lawyer, counseling psychologist and aspiring motivational speaker. Welcome you all to yet another free webinar conducted by Winbull Academy. Winbull Academy കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇത്തരത്തിലുള്ള ഫ്രീ വെബിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ് നടത്തി വരുന്നു. വിംബിൾ അക്കാഡമിയെ കുറിച്ച് അധികം പറയണ്ട എന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് എടുത്തു പറയേണ്ട കാര്യം, വിംബിൾ അക്കാഡമി വളരെ അഫോർഡബിൾ ഫീ സ്ട്രക്ചറോട് കൂടി സൈക്കോതെറാപ്പി ആൻഡ് സൈക്കോളജി സ്റ്റുഡൻസിന് ഒരുപാട് ക്ലാസ്സസ്, ഷോർട്ട് വർക്ക്ഷോപ്സ് നടത്തി വരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് കൂടാതെ ഈ അടുത്തിടെയായി നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസും നടത്തിയിരുന്നു ഫോർ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, MSc ആൻഡ് ആർട്ട് തെറാപ്പി. ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ LD ആൻഡ് CBTയുടെ അഡ്വാൻസ് സർട്ടിഫൈഡ് കോഴ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ വെബിനാർ എടുക്കാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഡോക്ടർ യൂനസ് കിർക്കൽ സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എൻ ഇന്റഗ്രേറ്റീവ് വെൽനസ് സ്ട്രാറ്റജിസ്റ്റ്, തോട്ട് റീ എഞ്ചിനീയറിംഗ് ആൻഡ് മൈൻഡ് ബോഡി ഓപ്റ്റമിസ്റ്റ്. സാർ ഇന്നിവിടെ എടുക്കുന്നത് പീസ് എന്നുള്ള ടോപ്പിക്കിലാണ്. സോ സാറിനെ വെൽക്കം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു വൈബ്രന്റ് സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സർ, ദ ഫ്ലോർ ഇസ് ഓൾ യോഴ്സ്. Thank you. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. മറുപടികളൊന്നുമില്ലേ? ഹലോ. Good evening, sir. Hello, sir. Good evening. Good evening, sir. Okay, fine. Hello, sir. Good evening. Okay. Okay, fine. എത്ര പേർക്ക് വീഡിയോയിൽ വരാൻ പറ്റും അത്രയും പേര് വീഡിയോയിൽ തന്നെ വരാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ. അതർവൈസ് നമ്മൾ ബ്ലാക്ക് ഒരു സ്പേസിനോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെയായി. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എത്ര പേർക്ക് വരാൻ പറ്റും എന്ന് നോക്കിയിട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പീസ് അതാണ് ഒരു ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത്. ശരിക്ക് നല്ലോണം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന മാക്സിമം കേട്ടോ, നിങ്ങൾ മാക്സിമം ഇതിലോട്ട് കുറച്ച് അലൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. ഒരു സെമിനാർ ടൈപ്പ് ഓഫ് ക്ലാസ് അല്ല നമുക്ക് വേണ്ടത്. അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട്, കുറച്ചുകൂടി നമുക്കൊരു കണക്റ്റഡ് സോൾ കണക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സെഷൻ ആയിരിക്കണം ഇന്ന്. വളരെ സ്ലോലി, വളരെ സമാധാനപൂർവ്വം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മെല്ലെ മെല്ലെ പോകാൻ പറ്റുന്ന ഒരു സെഷന്, അതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ മാക്സിമം ആളുകൾ നമുക്ക് സംശയങ്ങൾ ചോദിക്കാന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിസ്കഷൻ മെൻറ്റാലിറ്റിയിലിരിക്കുക. ഓക്കെ. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ, ഗുഡ്. സോ സമാധാനം എനിക്ക് തോന്നുന്നു ഭയങ്കര ഗ്രേറ്റ് ടോപ്പിക്കാണ് ശരിക്ക് സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ സമാധാനം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? എവിടെയാണ് സമാധാനം കിടക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സമാധാനം? സന്തോഷം, സമാധാനമൊക്കെയാണ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എന്താണ് സമാധാനം? എങ്ങനെയാണ് സമാധാനത്തെ ഡിഫൈൻ ചെയ്യുക? ഞാനിപ്പോൾ ശരിക്കും സമാധാനത്തിലാണോ ഇരിക്കുന്നത്? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന, പീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എനിക്ക് എപ്പോൾ എത്തിപ്പെടാൻ പറ്റും? അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് എന്താണ്? എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തുക? നമുക്കിപ്പോൾ കോഴിക്കോട് പോകണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ എറണാകുളത്ത് നിന്ന് തുടങ്ങിയാൽ
എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് അവിടെ എത്തുന്നത് എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂലേ? നമുക്ക് എത്രയാണ് ദൂരം, എവിടെയാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ഈ പീസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം, അത് ഏത് ഭാഗത്താണ് കിടക്കുന്നത്, ഇങ്ങനെ കുറേ ഡീപ്പായിട്ട് നമ്മളിങ്ങനെ കുറേ ആലോചിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലായത് തന്നെയാണോ സമാധാനം എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾക്ക് സമാധാനം ഇല്ല, ഞാൻ ടെൻസ്ഡ് ആണ്, എനിക്ക് എന്താണ് സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധാനം തന്നെയാണോ നമുക്കില്ലാത്തത് എന്നൊരു ചോദ്യമുണ്ട്. സോ എനിക്ക് തോന്നുന്നു പീസ് ഈസ് ജസ്റ്റ് മോസ്റ്റ് പ്രൊഫൗണ്ട് വെൻ ഇറ്റ് കംസ് ഫ്രം ദ സോൾസ് കണക്ഷൻ. നമ്മൾ നമ്മുടെ ആത്മാവിൽ നിന്ന് കണക്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സമാധാനത്തെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഈസിലി കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയി മാറുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്ന് ബിയോണ്ട് മൈൻഡാണ് സംസാരിക്കാനുള്ളത്. മൈൻഡ് അല്ല, നമുക്ക് മൈൻഡിനെ തൽക്കാലം മനസ്സിന്റെ സമാധാനം, നമുക്ക് ആ ടോപ്പിക്കിനെ തൽക്കാലം അങ്ങ് വിടാം. മനസ്സല്ല, പീസ് ബിയോണ്ട് മൈൻഡ്. കാരണം മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു നോയ്സി സ്പേസ് ആണ് ശരിക്ക്. മനസ്സ് കുറേ സംശയങ്ങള്. ആരെങ്കിലും സൗണ്ട് ശ്രദ്ധിക്കണേ, ഒന്ന് മ്യൂട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോ പീസ് ബിയോണ്ട് മൈൻഡ്, ശരിക്ക് മൈൻഡ് നമുക്കറിയാം ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് എന്താ പറയാ സംശയങ്ങളുണ്ട്, വറീസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു കുറേ എന്താ പറയാ നമുക്ക് മനസ്സിലാവാത്ത കുറേ സാധനങ്ങളാണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊരു ഡസ്റ്റി, കുറച്ച് നോയ്സി ആണ് നമുക്ക് വിചാരിക്കാം മൈൻഡ്. നമുക്ക് മൈൻഡിനെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് സോൾ കണക്ഷൻസ്, അതായത് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഹൂ ഐ ആം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നൊക്കെ നമുക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, നമ്മുടെ സോൾ, ആത്മാവ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും പീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, സമാധാനത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ശരിക്കും സമാധാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം അവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ആ വേർഡ് എന്താണെന്നുള്ളതാണ്, അല്ലെ? പീസ് എന്ന് പറയുന്ന ചുമ്മാ മിണ്ടാതിരിക്കലാണോ സമാധാനം? മിണ്ടാതിരിക്കും, എനിക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ. അവിടെ നമുക്ക് മിണ്ടാതിരിക്കുമ്പോൾ സമാധാനം കിട്ടുമോ? അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ സമാധാനം കിട്ടുന്നു? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കംഫേർട്ടിനെയാണോ സൈലൻസിനെയാണോ എന്തിനാ ശരിക്കും സമാധാനം പറയുന്നത്? പീസ് ഈസ് നോട്ട് ജസ്റ്റ് സിംപ്ലി സൈലൻസ് ഓർ കംഫേർട്ട്. എന്തല്ല കംഫേർട്ട്, നമ്മൾ കംഫേർട്ടായ ഒരു കാര്യം ചെയ്യുന്നതിനല്ല ശരിക്കും സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴല്ല സമാധാനം. അത് താൽക്കാലികമായിട്ട് എന്തോ നമ്മൾ മനസ്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമാധാനത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അതാണ് ഈ സൈലൻസ് ഒക്കെ. മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ കംഫേർട്ടിലിരിക്കുക, ഇതൊക്കെ നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സാണ്. ഇതാണ് എൻ്റെ സമാധാനം എന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സമാധാനത്തിന്റെ വഴികളാണ് ശരിക്കും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുക. അതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പൊ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനമാണ്. ഇത് നമ്മൾ കംഫേർട്ടാണ്, സൈലൻസ് ആണ്, കംഫേർട്ടാണ്. ഇതൊന്നുമല്ല ഇതിന്റെ എസെൻസ്. പീസ് എന്ന് പറയുന്ന വേർഡിന്റെ എസെൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സോൾസ് റിമെമ്പറൻസ് ഓഫ് ഇറ്റ്സ് ട്രൂ ഹോം. അതായത് പീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള വീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പീസ്, സമാധാനം എന്ന് പറയുന്നത്. ആത്മാവ് എവിടെയാണ് നിൽക്കുന്നത്? അതൊരു ഡിവൈൻ കണക്ഷൻ ആണ്. നമ്മൾ ആത്മാവിനെ പറ്റി പറയുന്ന സമയത്ത് സോൾ കണക്ട് വിത്ത് ദി ഡിവൈൻ. പീസ് ഈസ് നോട്ട് അച്ചീവ്ഡ്, ഇറ്റ് ഈസ് റിവീൽഡ് എന്ന് ഞാൻ പറയാം. നമുക്ക് സമാധാനത്തെ അച്ചീവ് ചെയ്യേണ്ട, ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമല്ല, അത് ഓൾറെഡി അവിടെ ഉണ്ട്. അതിന് നമ്മൾ റിവീൽ ചെയ്താൽ മതി. നമ്മൾ റിവീൽ ചെയ്യുക ചെയ്യുന്നത്. സോ പീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോട്ട് അബൌട്ട് സിംപ്ലി ഒരു സൈലൻസ് ആണെന്നോ അല്ലെങ്കിൽ കംഫേർട്ട് ആണെന്നോ ഒന്നുമല്ല. അത് നമ്മുടെ ഒരു സോളിൻ്റെ, ആത്മാവിൻ്റെ ഒരു വീടാണ്. ആത്മാവിൻ്റെ വീടാണ് ശരിക്കും സമാധാനം എന്ന് പറയുന്നത്. കാരണം സമാധാനത്തെ തേടി നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. സമാധാനം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ഇത് നമ്മുടെ ഈ ആത്മാവുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എസെൻസ് ആണ് സമാധാനം എന്ന് പറയുന്നത്.
അത് നമ്മൾ വേറെ രീതിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ കംഫർട്ട് സോണുകളും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബിലീഫുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ട്, എനിക്ക് ഇന്ന ആളോട് സംസാരിക്കുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നാളെ അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് തെറ്റി. പിന്നെ എനിക്ക് അയാളെ കാണുന്നത് സമാധാനം ഇല്ലാത്തൊരു കാര്യമായി. ഇന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടെങ്കിൽ നാളെ ഞാൻ ആ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആകുമ്പോൾ ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാറിൽ കയറുന്ന എനിക്ക് പേടിയായി മാറി. അപ്പോൾ നമ്മുടെ സമാധാനം മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണോ? ശരിക്കും അല്ല. സമാധാനം മാറാൻ പാടില്ല. എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്, പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭാര്യയോട് സംസാരിക്കുന്നത് സമാധാനം ഇല്ലാതായി, എൻ്റെ സമാധാനക്കേടായി മാറി. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് സമാധാനമുള്ളൊരു കാര്യമായിരുന്നെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരിക്കുന്നത് സമാധാനം ഇല്ലാതെയായി. അപ്പൊ നമ്മുടെ സമാധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത്, പീസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ എന്താണ് ഇവിടുന്ന് ചാടി അങ്ങോട്ടേക്ക്, അവിടുന്ന് ചാടി ഇങ്ങോട്ടേക്ക്, അങ്ങനെ ചാടി കളിക്കുന്ന ഒരു സാധനമല്ല സമാധാനം. സമാധാനം എന്ന് പറയുന്നത് ഒരൊറ്റ സിസ്റ്റമാണ്, ഒരൊറ്റ സ്പേസ് ആണത്. അതിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങാൻ നമ്മളെ കൊണ്ടും പറ്റില്ല. ഒരു തവണ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പോരാൻ പറ്റാത്ത ഒരിടമാണ് സമാധാനം. ശരിക്കും നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല എന്നാണ് ഉത്തരം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഭയങ്കര സെൽഫ് അവേർഡ് ആയിരിക്കും, ഭയങ്കര അവേർഡ് ആയിരിക്കും നമ്മൾ. ബോധം ഉണ്ടാവും നമുക്ക്, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. ഒരു തരത്തിൽ നമ്മൾ ദേഷ്യത്തോടെ നമുക്ക് സംസാരിക്കാൻ തോന്നില്ല, ദേഷ്യത്തോടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഭയങ്കര അസേർട്ടീവ് ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. ആരോട് നമ്മൾ ഭയങ്കര ചിരിച്ച് നമ്മൾ ചിരികൾക്ക് വരെ ഭയങ്കര ജീവൻ ഉണ്ടാവും. കാരണം ആത്മാവുള്ള ചിരിയായിരിക്കും, ആത്മാവുള്ള സംസാരമായിരിക്കും. ഭയങ്കര സോൾ കണക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ആരോട് ബന്ധം നിലനിർത്തി കഴിഞ്ഞാലും ആരോട് ബന്ധം തുടങ്ങിയാലും ആ ബന്ധം നമ്മൾ പോലും അറിയാതെ ഭയങ്കര രസത്തിൽ ഭയങ്കര ഫ്ലോയിങ് ലൈക്ക് വാട്ടർ. അതാ ഒരു ഒഴുക്ക് പോലെ നമുക്കിങ്ങനെ നമ്മുടെ ലൈഫിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര രസത്തിൽ ഇതിങ്ങനെ പോകും. അതിനർത്ഥം പ്രശ്നങ്ങളില്ല എന്നല്ല. ഒരുപാട് പ്രോബ്ലംസിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റിനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സമാധാനം കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതാണ്. നമ്മൾക്ക് ഇന്ന് കാണുന്ന എല്ലാ കാര്യത്തിനോടും നമുക്ക് സമാധാനം ഇന്നുണ്ടെങ്കിൽ നാളെ ആ സമാധാനങ്ങളൊക്കെ മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ മാറുന്ന സമാധാനത്തിലല്ല ഇതിന്റെ എസെൻസ് കിടക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു എന്താ പറയുക, ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് സമാധാനം എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീസ് ഈസ് നോട്ട് അച്ചീവ്ഡ്, ഇറ്റ് ഈസ് റിവീൽഡ്. അത് നമുക്കൊരിക്കലും ഉണ്ടാക്കിയെടുത്ത് നമ്മളിങ്ങനെ അച്ചീവ് ചെയ്യേണ്ട ഒരു സാധനമല്ല. എനിക്ക് സമാധാനം തരണേ, എനിക്ക് സമാധാനം തരണേ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഞാൻ ഓൾറെഡി സമാധാനത്തിലാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ എങ്ങോട്ടൊക്കെയോ എത്തിപ്പോയിട്ടുണ്ട്. ബാക്ക് ടു ഹോം. നമുക്ക് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടൊക്കെയോ എത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു കാട്ടിലോട്ട് കയറിയിട്ട് നമ്മൾ പറയാണ് ഞാൻ വഴി തെറ്റി, ഞാൻ വഴി തെറ്റി. ഞാൻ വഴി തെറ്റിയതല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നതാണ് ഓൾറെഡി. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോയാൽ മതി. അതാണ് നമ്മുടെ സമാധാനം. നമ്മൾ സമാധാനത്തെ തേടി നടക്കുകയാണ്. യാത്ര ചെയ്ത സമാധാനം ഉണ്ടാവും, കാശ്മീർ പോയ സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനൊന്ന് ഒരു ലോകത്ത് ട്രിപ്പ് അടിച്ചിട്ട് വരാം, അപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ കണ്ടിട്ട് വരാം, സംസാരിച്ചിട്ട് വരാം. ഇതെല്ലാം നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തനിച്ചിരിക്കുന്നതിലാണ് സമാധാനം ഉള്ളത്. അതിൽ സമാധാനമുണ്ട്. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ നമ്മൾ അതിനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. ആളുകളായിട്ട് മീറ്റ് ചെയ്യുന്നത് നമ്മൾ സമാധാനത്തിലൂടെയാണ്, ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് സമാധാനത്തിലൂടെയാണ്. ഇതെല്ലാം ഇതിൻ്റെ അലൈൻ ചെയ്യുന്നത് സമാധാനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ജസ്റ്റ് ഒരു 4-5 അതിൻ്റെ എലമെൻറ്റുകളുണ്ട്. ആ എലമെൻറ്റിനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം നമുക്കറിയാം. ശരിക്ക് പീസ് ഈ പറയുന്ന ആത്മീയമായിട്ടുള്ളൊരു കണക്ഷന് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു ഡിവൈൻ സിസ്റ്റമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ശരിക്ക് സോൾ ഇസ് എ സ്പാർക്ക് ഓഫ് ദ ഡിവൈൻ. നമുക്ക് ദൈവികമായിട്ടുള്ളൊരു സ്പാർക്ക് നമ്മുടെ ആത്മാവിലുണ്ട്. അതങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ലാത്തവർക്ക് നമ്മൾ സെൽഫാണ്,
ഞാൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഡിവൈൻ. ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക, ദൈവിക വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് ശരിക്കും അപ്പോഴും ഉണ്ടല്ലോ ഈ നമ്മളാണ്, ഞാനാണ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവിടെ സംതിങ് ഒരു സോഴ്സിനായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പ്രയർ ചെയ്യുന്നവരുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ എന്തിനോടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ കണക്ഷൻ ആണ് ഡിവൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡിവൈൻ സിസ്റ്റത്തിൽ നിന്നാണ് ശരിക്കും പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സോൾ ലെവലിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്മുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെയോ ഇമോഷണൽ സ്റ്റേറ്റിനെയോ മെന്റൽ സ്റ്റേറ്റിനെയോ ഒന്നും നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരരുത്. നമ്മൾ ഇത് ഓൾറെഡി കാണുന്നതേ സ്പിരിച്വൽ സ്പേസ് ആണ്. അത് നാലാമത്തെ ഒരു റെൽമാണ്. ഈ റെൽമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് ഡിവൈൻ സിസ്റ്റമാണ്. അപ്പൊ അവിടെ നമുക്ക് ഹാർട്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനായിട്ട് ഞാൻ അതിനെ കണക്കാക്കാറുള്ളത്. ഹൃദയം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നത് എല്ലാം നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ, ഹൃദയം കൊണ്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ അത് ഭയങ്കര ഒരു രസമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ്, പീസ് എന്ന് പറയുന്നതിന്റെ, സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് യൂണിയൻ വിത്ത് ഡിവൈൻ എന്നാണ്. ഒരു ദൈവികമായ ഒരു കണക്ഷൻ, ഒരു യൂണിറ്റി, ഒരു നമുക്ക് കാര്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് ഇതെല്ലാം എൻ്റെ കൺട്രോളിലാണ്. എൻ്റെ കൺട്രോളിലാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ കൺട്രോൾ ഇല്ല എന്ന് ഞാൻ പറയല്. നമുക്കൊന്നിനും കൺട്രോൾ ഇല്ല സത്യം പറഞ്ഞാല്. മനുഷ്യനൊന്നുമല്ല സത്യത്തില്. അത് നമുക്കറിയാം. നമുക്ക് നമ്മളെ പറ്റി നന്നായിട്ട് അറിയാം. ഒരു മൃഗത്തിനോട് പോലും നമുക്ക് നമ്മുടെ ഒരു ശക്തി വെച്ചിട്ട്, നമ്മുടെ ഒരു ബലം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ആനയോടോ ഒരു പുലിയോടോ സിംഹത്തിനോടോ ഇനി അതൊന്നും വേണ്ട. വളരെ ചെറിയ പാറ്റയെ പോലും പേടിച്ചുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ എട്ടുകാലിനെ പോലും നമുക്ക് പേടിയാണ്. അത് വിഷം ഉള്ളതുണ്ട്, വിഷം ഇല്ലാത്തതുണ്ട്. അപ്പൊ ഈ വിഷം ഉള്ളത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പല പ്രശ്നങ്ങളും വരും. ഒരു തേളിനെ നമുക്ക് പേടിയാണ്. അതിനെ ശരിക്കും കൊല്ലാനുള്ള ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു പാമ്പിനെ പേടിയാണ്. ഒരു തരത്തിലും കഴിവില്ലാത്ത പല മൃഗങ്ങളെയും നമുക്ക് പേടിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാത്തിനെയും തുടച്ചു നീക്കിയിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിനും ഇടയിൽ നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയി മാത്രം ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ എന്തോ ആണ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലോട്ട് നമ്മൾ എത്തും. അത് നമ്മൾ ചിലപ്പോൾ അഹങ്കാരം, അഹന്ത എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമെങ്കിലും ഫ്രം ദ ഹാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നേടിയെടുത്തൊക്കെ ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് ആ ഒരു ഉള്ളിൽ എവിടേക്കോ ഒരു സ്പാർക്ക് നമുക്ക് വരും. അപ്പോൾ ഞാൻ അതിനെ പറയാറുള്ളത്, സോൾ കണക്റ്റഡ് ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് എന്ന് പറയുന്ന എൻ്റെ ഒരു പവർ, എൻ്റെ ഒരു പവർഫുൾ ആയ ഒരു സ്പേസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കാരണം ഞാൻ എൻ്റെ മൈൻഡും എൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളും എൻ്റെ ഫിസിക്കലും ഇമോഷൻസും ഒക്കെ വെച്ച് ഞാൻ ഓരോന്നിനെ നേരിടുന്ന രീതികൾ വളരെ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നമുക്ക് ബലം കുറവാണ് ആ വിഷയത്തിൽ. അപ്പോൾ ആ ബലം കുറഞ്ഞ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമല്ല നടക്കുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എക്സാമ്പിൾ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൂടെയുള്ള ആൾക്കാരെ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ വെറുതെ നന്നാക്കാൻ നോക്കൂലേ. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ നന്നാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഭർത്താവ് ഭാര്യയെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, എൻ്റെ ഒരു രീതികളൊക്കെ ഉണ്ട്. ഈ രീതികൾ മറ്റൊരാളുടെ രീതികളാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നടക്കുന്ന സമയത്ത് ചെരുപ്പിടണം, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ചെരുപ്പിടുന്നില്ല. അപ്പോൾ അയാളടുത്ത് ഞാൻ ചെരുപ്പിട്ടാൽ ഇങ്ങനെ ആവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അയാളെ കൊണ്ട് ചെരുപ്പിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെരുപ്പിടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനും ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്കും അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ധാരണയിൽ മറ്റുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ, നമ്മൾ കൂടുതലുള്ള ആളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി, ഇതെല്ലാം നമ്മളാണ് ഇവിടെ ശരി. ആ ശരി നിങ്ങളും ശ്രദ്ധിക്കണം, നിങ്ങളും അത് ചെയ്യണം എന്ന് പറയുന്ന റെൽമിലോട്ടാണ് പൊതുവെ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ കൺട്രോളിങ്ങിലേക്കാണ് പൊതുവെ പോവുക. കാരണം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഒരു വിശ്വാസമാണ്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരിലേക്ക് നമ്മൾ ചുമ്മാ ഒരുപാട് അഡ്വൈസസ് വരെ കൊടുക്കുന്നത് ശരിക്ക് നമുക്കൊക്കെ അറിയാം. അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല സത്യത്തിൽ. നമുക്കൊക്കെ നമ്മൾ മക്കളോട് അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഏതെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ, കൊളീഗോ ആരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങോട്ടേക്ക് അഡ്വൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അത് ബ്ലെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അഡ്വൈസ് ചെയ്യുന്നതിൻ്റെ വളരെ ചെറിയ മൈന്യൂട്ട് ലെവലിൽ ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ അത് ബ്ലെയിമായി മാറും.
അതങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? നിനക്കത് ചെയ്തുകൂടായിരുന്നോ? നീ അത് ചെയ്യാത്തതല്ല പ്രശ്നം. നീ അത് ചെയ്യാത്തത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത് ബ്ലെയിമായി മാറി. അഡ്വൈസ് ബ്ലെയിമായി മാറി. ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ച് ജെൻസിയിൽ മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വൈസ് തീരെ സ്വീകരിക്കാത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. കാരണം പെട്ടെന്ന് ഹൈപ്പർ ആക്റ്റീവ് ആണ്. നമ്മൾ ഒരു അഡ്വൈസ് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കിന് അവരതിൻ്റെ മേലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരടാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഇന്നത്തെ കുട്ടികളുടെ പൊതുവെ സ്വഭാവങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത് എന്താണ് ബേസിക്കലി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നതിലേക്ക് മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തൊരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ഡിവൈൻ യൂണിയനിലേക്ക് നമുക്കിന്ന് എത്തിക്കണം. എന്നാൽ മാത്രമാണ് ആത്മീയതയിലൂടെ നമുക്കൊരു സമാധാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം. കാരണം ആ ടോപ്പിക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാട് കയറി പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിലോട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ കൊണ്ടുവരികയാണ്. നമുക്ക് ഡിവൈൻ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷനിലോട്ട് അതിലോട്ട് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത് നമുക്ക് പീസ് സമാധാനത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പോയിന്റിലോട്ട് എത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ഈഗോ എന്ന് പറയുന്നതാണ്. അല്ലേ? കൺട്രോൾ. അതായത് നമുക്ക് നേരത്തെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് കാര്യം ഈഗോ വാണ്ട്സ് കൺട്രോൾ, റെക്കഗ്നിഷൻ ആൻഡ് പൊസിഷൻ. അല്ലേ? നമുക്ക് ഈഗോ ഒരു പോയിന്റിൽ നമുക്ക് എത്തുന്ന സമയത്ത് ഈഗോ എന്ന് പറയുമ്പോഴേക്കിന് പലതരത്തിലുള്ള ഇഷ്യൂസാണ് നമുക്ക് ഈഗോയിലൂടെ നമുക്ക് ഉണ്ടാകുന്നത്. ഈ ഈഗോയിലൂടെ നമുക്ക് ഈ അഡ്വൈസസിന്റെ ഭാഗമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ അഡ്വൈസസ് നേരത്തെ ഞാൻ പറഞ്ഞു ബ്ലെയിമായി മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ ഈഗോക്ക് ശരിക്കും വേണ്ടത് എന്താ? കൺട്രോളിങ് ആണ്. നമുക്ക് തീരെ ഇല്ലാത്ത സാധനം എന്താ? കൺട്രോളിങ് ആണ്. നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അതായത് നമുക്കൊരിക്കലും മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യാതൊരു തരത്തിലും കഴിയില്ല. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിൽ വരെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ബ്രീത്ത് എടുക്കുന്നതിൽ കൺട്രോൾ ഇല്ല. ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് മസിൽസിൽ നമുക്ക് കൺട്രോൾ ഇല്ല. അപ്പോൾ നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് മാനേജ്മെന്റ് ആണ്. നമുക്ക് കൺട്രോൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്കൊന്നിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമുക്കൊന്നിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ദേഷ്യത്തെ പിടിച്ചു വെക്കണം, ദേഷ്യത്തെ പിടിച്ചു നിർത്തണം. അത് നമുക്കൊരിക്കലും പറ്റുന്ന കാര്യമല്ല. നമുക്ക് ദേഷ്യത്തെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് സങ്കടങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ കൊണ്ടുപോകാൻ, ഒരു അച്ചടക്കം പാലിപ്പിക്കാൻ പറ്റും. നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ ദേഷ്യത്തിൻ്റെ റീസൺ മനസ്സിലാക്കി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്പേസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാണ്. നേരെ മറിച്ച് കൺട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ ദേഷ്യത്തെ പിടിച്ചു നിർത്തണം, സംസാരിക്കരുത്, നിങ്ങൾ ഈ നിർത്തണം എന്ന് പറയുമ്പോൾ അത് പൊട്ടും, അത് ബേസ്റ്റ് ആവും. അല്ലേ? ചിലപ്പോൾ ഇന്നൊരു കാര്യം സംഭവിച്ചു, ഞാൻ മിണ്ടാതിരുന്നു, അതെൻ്റെ ദേഷ്യം ഉള്ളിൽ, എൻ്റെ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നാളെ സംതിങ് എന്തൊക്കെ സംഭവിച്ചു, എൻ്റെ ഫ്രസ്ട്രേഷൻ വീണ്ടും ഉള്ളിൽ കിടക്കുന്നുണ്ട്. 4-5 ദിവസം കഴിയുമ്പോഴേക്കിന് 6ാമത്തെ ദിവസം ചിലപ്പോൾ ഒരു ഗ്ലാസ് മാറ്റാത്തതിനായിരിക്കും ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ ആ ഗ്ലാസ് മാറ്റാത്തതിന് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ ലാസ്റ്റ് 4 ദിവസം 5 ദിവസം ഞാൻ സൂക്ഷിച്ചു വെച്ച ദേഷ്യത്തിൻ്റെ ഓവർഫ്ലോ അവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെച്ചതിൻ്റെ, നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് അത് പൊട്ടിത്തെറിക്കും. ശരിക്കും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതായിരുന്നു? ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഡേ വന്നു, ഒരു ദേഷ്യമുള്ള, നമുക്ക് ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളൊരു മാനേജറാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ നമ്മളൊരു പാരൻ്റ് ആണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തില്ല. അപ്പം നമ്മളത് ആദ്യം എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, അത് ചെയ്യാതിരിക്കാൻ പാടില്ല. ദേഷ്യത്തിലല്ല, ദേഷ്യം എൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേനും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം വളരെ കാമായിട്ട്. അസേർട്ടീവ്നെസ് എന്ന് അതിന് പറയാം. അപ്പോൾ നമ്മളതിന് കാമായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, ആ ചെയ്തത് ശരിയല്ല, കാരണം നിങ്ങൾ ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ റൂൾ അനുസരിച്ച് നിങ്ങളുടെ ജോലി ഇതാണ്, നിങ്ങൾ ഇത് ചെയ്തില്ല, നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അസേർട്ടീവ്. അത് അസേർട്ടീവായിട്ട് നിൽക്കണം. അല്ലാണ്ട് അയാൾ ചെയ്തത് എൻ്റെ ദേഷ്യം വന്നു, ഇനി ഞാൻ മിണ്ടാതിരിക്കണം, ഞാനത് പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വെച്ചാൽ സംഭവിക്കുന്നത് ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പോൾ കൺട്രോളിങ് ഇല്ല. ശരിക്കും ഈഗോ എപ്പോഴും കൺട്രോളിങ് ആണ്. മറ്റൊന്നുകിൽ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക. ഈഗോ സെൽഫിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും നമുക്ക് പൊസസീവ് ആവാൻ പറ്റുന്നു, അതിലേക്ക് റെക്കഗ്നീഷൻ, കൺസിഡറേഷൻ നമ്മൾ ചോദിച്ചു വാങ്ങുന്നു, വാല്യൂ സീക്കിങ് നമുക്ക് ഉണ്ടാവുന്നു. ഇതൊക്കെ ഈഗോ ബേസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളാണ്, കൺട്രോളിങ് ആണ്. കാരണം നമ്മൾ ചുറ്റിനും നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ എന്തൊക്കെയോ വലുതെന്തോ ആണ് എന്നുള്ള തീരുമാനത്തിൽ എനിക്ക് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുകയാണ്.
ഇതിൽ നിന്ന് നമ്മളൊന്ന് നമുക്ക് ഇതിൽ നിന്നൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്താനുണ്ട്. നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പൊസസീവ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയോ വാല്യൂ സീക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയോ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തുകയോ ചെയ്യരുത്. നമുക്ക് കൺട്രോളിങ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് ഇറ്റ് ഗോ. അപ്പോഴാണ് ഈ ഫൊഗീവ്നെസ് നടക്കുന്നത്. ഫ്രീഡം ഫ്രം ഈഗോ നടക്കുമ്പോഴാണ് ഫൊഗീവ്നെസ് നടക്കുന്നത്. നമുക്കത് വിട്ട് കളയാൻ പറ്റണമെങ്കിൽ നമുക്ക് കൺട്രോൾ ഇല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കൺട്രോൾ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈഗോ വരും. ഈഗോ വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ സോളിനായിട്ട് നമ്മുടെ കണക്ഷൻസ് തെറ്റിപ്പോവും. ആ വൈഫൈ കണക്ഷൻ നമുക്കങ്ങ് പോകും. സോളിനായിട്ട് ഒരു വൈഫൈ കണക്ഷനിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സോളിൻ്റെ വൈഫൈ കണക്ഷൻ അങ്ങ് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ റീബിൽഡ് ചെയ്യണത്. റീബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് ഈ പറയുന്ന കൺട്രോളിലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അവിടെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അവരോട് അസേർട്ടീവായിട്ട് ഇരിക്കാൻ പറ്റും. എനിക്ക് അവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അതനുസരിച്ച് അവരുടെ അടുത്ത് ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് ചിന്തിക്കാൻ പറ്റും. അതനുസരിച്ച് അവരുടെ അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് അവരെ ഇഷ്ടപ്പെടാൻ പറ്റും. ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാനും പറ്റും. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ഇഷ്ടത്തെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒരാളോടുള്ള വെറുപ്പിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇതൊന്നും നമുക്ക് പറ്റില്ല. ഇഷ്ടത്തെയും ഇഷ്ടമില്ലായ്മയും നമുക്ക് കൺട്രോളിങ് ഇല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ കൃത്യമായി ഡിസിപ്ലിൻ കൊടുത്ത് നമ്മൾ ചിന്തകൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അവിടെ എന്ത് ചിന്തിക്കണം, എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം, അത് ഏത് രീതിയിലാണ് ഞാൻ, ഏത് പെർസെപ്ഷനിലാണ് ഞാൻ അതിനെ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഒരു മൊമെന്റിനെ കൺസീവ് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും. അപ്പം ഒരിക്കലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ എന്ന് പറയുന്നത് പിടിച്ചു വെക്കലാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു വാലിഡേഷൻ സീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഒരാളെ വാല്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് മറ്റുള്ളവരെ വാല്യൂ ചെയ്യേണ്ടത്? ഞാൻ എന്നെ വാല്യൂ ചെയ്യണം. ആദ്യം എനിക്കാദ്യം വാല്യൂ ഫീൽ ചെയ്യണം. ഞാൻ എന്നോടൊരു വാല്യൂ കാണിക്കണം. എന്നിട്ട് മറ്റുള്ളവരോട് ഞാൻ വാല്യൂ, അതിൻ്റെ റിഫ്ലക്ഷനാണ് എനിക്ക് മറ്റുള്ളവരോട് വാല്യൂ. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത്. അല്ലാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കൺട്രോളിങ്ങിലേക്കും ദേഷ്യത്തിലേക്കും വെറുപ്പിലോട്ടൊക്കെ ഞാൻ എത്തും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം. എനിക്ക് സ്നേഹമാണ്, എനിക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് എന്നോട് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമോ എനിക്ക് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമോ എനിക്ക് എൻ്റെ വിഷയത്തിൽ ഡൗട്ടുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് മറ്റുള്ളവരോടും വിശ്വാസക്കുറവുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എനിക്ക് എന്നെയും സ്നേഹമാണ്, അവരോട് ഇഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ വിത്തൗട്ട് എനി കൺട്രോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്രീ ആക്കിയിട്ട് ഈഗോനെ നമ്മൾ അങ്ങ് വിട്ട് കളയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾ കണക്ഷൻ ഉണ്ടാവുകയും പീസ് എന്ന് പറയുന്നതിലേക്ക് എത്തുകയും. കാരണം സോൾ എന്ന് പറയുന്നത്, സോൾ സീക്ക് ചെയ്യുന്നത് സറണ്ടറിങ് ആണ്, ട്രസ്റ്റ് ആണ്, പർപ്പസ് ആണ്. സോള് സീക്ക് ചെയ്യുന്നത് സറണ്ടർ ആണ്. നമുക്കതങ്ങ് വിട്ട് കളഞ്ഞ് നമുക്കൊന്നും എടുത്തു വെക്കാനുണ്ടാവാൻ പാടില്ല. ഒരു ബന്ധങ്ങളിലും നമുക്കൊരു സാധനം എടുത്തു വെക്കാനുണ്ടാവാൻ പാടില്ല. അത്രയും നമുക്കതിനങ്ങ് ഫ്രീ ചെയ്ത് അതങ്ങ് വിട്ട് കളയാൻ നമുക്ക് പറ്റുന്നൊരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് അത് സോൾ ആവുന്നത്, സോൾ ലെവലിലോട്ട് എത്തുന്നത്. ബാക്കിയുള്ള എല്ലാം ലോജിക്കലാ. ബാക്കിയുള്ള എല്ലാം നമ്മുടെ ബ്രെയിനിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ചിന്തകളിലാണ് കിടക്കുന്നത്. നമ്മൾ കുറേ കാലത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ എടുത്ത് ചെറുപ്പം തൊട്ടേ കേട്ടതും കണ്ടതും എല്ലാം ആയ കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ ബ്രെയിനിൽ കിടക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ തോട്ട് പ്രോസസ്സിങ്ങിലൂടെ ഒക്കെ ദേഷ്യവും വെറുപ്പൊക്കെ ആക്കി മാറ്റുന്നുണ്ട് എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വീട് എന്ന് പറഞ്ഞ, നേരത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അത് കംപ്ലീറ്റ്ലി ക്ലീൻ ആണ്. അവിടെ സറണ്ടറിങ് ആണുള്ളത്. അവിടെ നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ ആണ്. നമുക്ക് ഫൊഗീവ്നെസ് ആണുള്ളത്. അവിടെ ഗ്രാറ്റിറ്റ്യൂഡാണ് കിടക്കുന്നത്. അവിടെ ട്രസ്റ്റ് ആണ് കിടക്കുന്നത്, വിശ്വാസമാണ്. നമുക്ക് ഈ വിശ്വാസം, അതാ ഞാൻ പറയാറുള്ളത്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പീസിനെ ഇറ്റ് ഇസ് നോട്ട് അച്ചീവബിൾ എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. സത്യം ശരിക്കും നമുക്ക് ഒരു സൈക്കോളജി ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിക്കോളണം എന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പല പ്രവൃത്തികളിലൂടെ അത് ഉണ്ടാവുന്നതാണ്. കണക്ഷനിലൂടെ അത് ഡെവലപ്പായി വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വിശ്വാസം, കോൺഫിഡൻസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻസ് ഒക്കെ ഓൾറെഡി നമുക്കുണ്ട്. നമുക്ക് നാവിൽ കോൺഫിഡൻസിലോടാണ് നമ്മൾ സംസാരിക്കുന്നത്, കണ്ണിൽ കോൺഫിഡൻസിലോടാണ് നമ്മൾ കാണുന്നത്, ഇരിക്കുന്നിടത്ത് എണീക്കുന്നത് കാലിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റ് എന്നോട്
അല്ലെങ്കിൽ അയാൾക്ക് കാലിനെ കൊണ്ട് ഒരു സ്വാധീനം ഇല്ലാത്ത ഒരാളടുത്ത്, അല്ലെങ്കിൽ ചെറിയൊരു സ്വാധീനം ഉണ്ട്, അയാൾക്ക് വേണമെങ്കിൽ എണീക്കാം, പക്ഷെ അയാളടുത്ത് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാന്ന് പറയും. എന്താ കാരണം? എനിക്ക് കാലിന് ബലം കിട്ടുന്നില്ല. പക്ഷെ അയാൾ കാലിന് ബലം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ബലം കിട്ടുന്നില്ല എന്നൊരു പേടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കാത്തത്. നമുക്കൊക്കെ ജന്മന കാലിലും കയ്യിലൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൈ അനക്കുന്ന സബ് കോൺഷ്യസ്ലി നടക്കുന്ന ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. നമ്മൾ ഇതിലെല്ലാം കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് സോളിൽ കണക്റ്റഡ് ആയ ഒരു കാര്യമാണ്. നമ്മൾ അതിനെ റീബിൽഡ് ചെയ്യേണ്ട, പക്ഷെ റിവീൽ ചെയ്യുക. അതില്ലാതാവാൻ എന്തൊക്കെയോ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ റീസൺ ഉണ്ട്. എന്തൊക്കെയോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത കുറേ പ്രവൃത്തികൾ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത എന്തൊക്കെയോ നമ്മൾ ബിലീഫ് സിസ്റ്റംസ് ആവാം, നമ്മൾ കേട്ട കുറേ നെഗറ്റീവ്സ് ആവാം, നമ്മൾ ചെയ്തു പോയ ഒരു നമുക്ക് തന്നെ ഗിൽട്ട് തോന്നുന്ന, ഷെയിം തോന്നുന്ന പല കാര്യങ്ങൾ ചെയ്ത് ഒരു മരവിച്ച മനസ്സിലൂടെ ജീവിച്ചതിൻ്റെ ഭാഗമായിട്ടാവാം നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ നഷ്ടപ്പെട്ടത് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നഷ്ടപ്പെട്ടതിന് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു നല്ല ഷൂ വാങ്ങി, ഈ ഷൂവിൻ്റെ മേലെ പൊടിയായി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഷൂ വാങ്ങേണ്ട ആവശ്യമില്ല, പുതിയ ഷൂവിനെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ തന്നെ ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്ന് ഞാൻ പറയാറുള്ളത് ഒരു ക്ലെൻസിങ് സിസ്റ്റമാണ്, ഒരു സോൾ ക്ലെൻസിങ്, സോൾഫുൾനെസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന പോലെ സോൾഫുൾനെസ്, അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പീസ് എന്ന് പറയുന്നതിൻ്റെ ഒരു സിസ്റ്റം. അവിടെയാണ് പീസ് കിടക്കുന്നത്, അവിടെയാണ് സമാധാനം കിടക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്ക് ട്രാൻസെൻഡിങ് ഫിയർ എന്നാ പറയാം. അതായത് ലോസ് ഓഫ് ഫിയർ, ലോസ് ഓഫ് ഫെയിലിയർ, ഡെത്ത് ഡിസ്റ്റർബ്സ് പീസ്, അല്ലേ? നമുക്കിങ്ങനെ ഒരു പേടിയാണ്, എന്തൊക്കെയോ സംഭവിക്കുമോ, എന്ത് സംഭവിക്കും, ഡൗട്ട്, ഫിയർ, ട്രാൻസെൻഡിങ് ഒരു ഡൗട്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമുക്കൊരു ഫീലിംഗ് ലൈറ്റർ, നമുക്ക് സത്യം പറയട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിനെ, യൂണിവേഴ്സൽ സിസ്റ്റത്തിനെ ഏറ്റവും കോംപ്ലക്സ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും നമ്മൾ വാർത്തകൾ കേൾക്കുന്നത് ഭയങ്കര നെഗറ്റീവാണ്. എന്ന് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്ന ഒരു സമയം, ഇതാണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കും എന്നുള്ളതിലോ നമുക്ക് യാതൊരു തരത്തിലും ഗ്യാരണ്ടി ഇല്ല. രാത്രി ഉറങ്ങാൻ പറ്റും എന്നുള്ളതിലും ഗ്യാരണ്ടി ഇല്ല. അത് ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സാധനം. കാരണം ജനനം നമ്മുടെ കൺട്രോളിലല്ല, മരണം നമ്മുടെ കൺട്രോളിലല്ല, പിന്നെ ജീവിതം മാത്രം നമ്മുടെ കൺട്രോളിലാക്കാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മുടെ കൺട്രോളിലല്ല. സോ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പാർട്ട് ഫ്രം ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടോ, അതിനല്ല ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊന്നിലും പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. നമ്മൾ ഒരു സിസ്റ്റം ബേസ് ചെയ്ത് ഒരു പർപ്പസ് ക്രിയേറ്റ് ചെയ്ത് വിത്തൗട്ട് എനി ഈഗോ ഒരു മനുഷ്യത്വം ക്രിയേറ്റ് ചെയ്ത് നമ്മളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ഹോപ്പിലാണ് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സർവൈവൽ സിസ്റ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഈഗോയിൽ നിന്നൊരു ഫ്രീഡം ഉണ്ടാവുകയും നമ്മൾ ഡിവൈനിലൊരു കണക്റ്റഡ് ആവുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന സോൾ കണക്ഷനാണ്, നമ്മൾ ഇതുവരെ പറഞ്ഞു. പക്ഷേ അവിടെ ഈ പറയുന്നത് ഈ ഒരു ഈവൻ ഡെത്തിലോ അല്ലെങ്കിൽ ജനിക്കുന്നതിലോ മരണത്തിലോ നമുക്ക് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിൽ നമുക്കൊരു കാര്യം സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് ഞാൻ കാരണമാണ്, അത് അയാൾ കാരണമാണ്, ഇത് ഇവരൊക്കെ കാരണമാണ് സംഭവിച്ചത്, ഇത് ഗവൺമെന്റ് കാരണമാണ് ഇത് ശരിയാവാത്തത്, എൻ്റെ നാട്ടുകാർ കാരണമാണ് ഇത് ശരിയാവാത്തത്, എൻ്റെ വീട്ടുകാരുടെ കാരണമാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്, എൻ്റെ ഹസ്ബൻഡ് കാരണമാണ് ഇത് ശരിയാവാത്തത്, എൻ്റെ വൈഫ് കാരണമാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്, എൻ്റെ മക്കൾ കാരണമാണിത്. ഇങ്ങനെ മറ്റുള്ളതിനെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പേടിയാണ്, ഫെയിലറിന് ഭയങ്കര പേടിയാ. ഈ ഫെയിലർ സംഭവിച്ചത് നമ്മുടെ കൺഫ്യൂഷൻസ് കൊണ്ടാണ്. നമ്മൾ ഒരുപാട് ഈ പറയുന്ന സിംപ്ലിഫൈ ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് കാണേണ്ട പലതിനെയും ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയി കണ്ട് വളരെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഫിയർ ഓഫ് ഫെയിലർ ഉണ്ടാകും. പേടി ഉണ്ടാവും, നമുക്ക് തോൽക്കാൻ നമുക്ക് പേടിയാണ്. കാരണം കുറെ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും, അവരോട് ഇപ്പൊ എന്താ പറയുക,
അവരെങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നുണ്ടാവുക? ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി. ഈ ബിസിനസ് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇനിയിപ്പോൾ അവരെന്താ വിചാരിക്കുക? ഞാനൊരു കല്യാണം കഴിച്ചു. ഇനിയിപ്പോൾ ഡിവോഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്തി. അത് മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ അവരെന്ത് വിചാരിക്കും? അതായത് ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും? നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ. അവരെന്ത് വിചാരിക്കും? അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ വരും, ഫിയർ ഓഫ് ലോസ് വരും, നമുക്ക് എല്ലാത്തിനും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫ് വിശ്വാസത്തോടുള്ള ഒരു യാത്രയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവിടെ എന്തില്ല, ഒരു കാര്യമൊന്നും അയാൾക്ക് ചെയ്യാനില്ല. കാരണം ആദ്യം മനസ്സിലാക്കേണ്ട കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അല്ലേ? ഡെത്തിൽ പോലും നമുക്ക് കൺട്രോൾ ഇല്ല. എപ്പോൾ മരിക്കും നമുക്ക് ഒരു സമയം, നമുക്ക് ചെറിയ സമയമാണ്. ഇന്ന് രാവിലെ എണീറ്റ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിലുള്ള ചെറിയ സമയം പ്രസന്റിലോട്ട് മാത്രം നോക്കുക. കയ്യിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ, നമ്മുടെ അടുത്ത് ആകെ ഇത് മാത്രമേ ഉള്ളൂ. മക്കള്, കുടുംബം എല്ലാം അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ബട്ട് നമ്മുടെ അടുത്തുള്ള സമയം ഈ 24 hours മാത്രമാണ്. മാക്സിമം ടു എക്സ്റ്റെൻഡ് നമുക്കത് മാത്രമാണ്. നാളെ എന്നുള്ളത് പുതിയൊരു ദിവസം നമ്മൾ തുടങ്ങുന്നതിന് തുല്യമായിട്ട് നമുക്ക് വേറെ രീതിയിൽ കണക്കാക്കാം. ഈ 24 hours ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് സംഭവിക്കേണ്ടത് എന്താണ്, ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് മാത്രമായിരിക്കണം ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ ആരെ കാണുന്നു, അവരോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു. എനിക്ക് എവിടേക്കോ മനസ്സിൽ മുറിവുണ്ടാക്കിയ ഒരാളെ ഞാനിന്ന് കാണുന്നു. അയാളോട് എനിക്ക് ചിരിക്കാൻ പറ്റണം, അയാൾ എനിക്ക് ലീവ് ചെയ്യാൻ പറ്റണം. അയാളുമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അയാൾ എനിക്ക് ലീവ് ചെയ്യാൻ പറ്റും, അയാൾ എനിക്ക് വിട്ട് കളയാൻ പറ്റണം. അതിങ്ങനെ അയാളെങ്ങനെ ആലോചിച്ച് അയാളെ കാണുമ്പോഴേക്കിന് എനിക്ക് ഒരുപാട് ദേഷ്യം വന്ന് അയാൾ എന്നോട് ചെയ്തതെല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്ന് പിന്നെ അയാളോട് എനിക്ക് ഭയങ്കര ഒരു വെപ്രാളം ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഒരു നല്ലൊരു ദിവസത്തെ ഞാൻ കളയേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പം ഞാൻ ആ ദിവസത്തെ എങ്ങനെയാണ് കളഞ്ഞത്? പാസ്റ്റിനെ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു എൻ്റെ ബ്രെയിനിൽ. 10 വർഷം മുമ്പ് നടന്ന എന്തോ ഒരു സാധനം ആ ആളെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു. അന്ന് നടന്നത് അതേപോലെ അതേ ഇമോഷനിൽ ഞാൻ ഇന്ന് വീണ്ടും ചിന്തിച്ചു. അപ്പോൾ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് വീണ്ടും ആ അനുഭവം നമുക്ക് ഉള്ളതുപോലെ റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. രണ്ടാമത് അത് രജിസ്റ്റർ ചെയ്യപ്പെടും. നമുക്ക് വീണ്ടും മൂഡ് ഓഫ് വരും. നമുക്കന്ന് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. നമുക്ക് പിന്നെ ഒന്നിനോട്ടും ഒരു കണക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരു നല്ലൊരു ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ബട്ട് അത് തെറ്റിപ്പോയി. പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ വേറെ എന്തൊക്കെയോ വഴികളിൽ തേടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമാധാനം കിട്ടാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ലതാണോ നോക്കൂല, ഇഷ്ടമുള്ളതാണോ മാത്രമേ നോക്കുള്ളൂ. ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ലതാണോ നമ്മൾ നോക്കൂല, ബട്ട് ഇഷ്ടമുണ്ട്. അല്ലേ? സിഗരറ്റ് വലിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നല്ലതാണെന്നുള്ളത് ഞാൻ ചിന്തിക്കൂല. ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നു. മെറ്റീരിയലിസ്റ്റിക്കായി, കംപ്ലീറ്റ്ലി നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കായി. അങ്ങനെ ആ ദിവസം നമ്മൾ കഴിയും. രാവിലെ പിറ്റേ ദിവസം എണീക്കും, കുറച്ചുകൂടെ പോസിറ്റീവ് ആകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേപോലത്തെ പല അനുഭവങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾ വീണ്ടും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ബേൺ ഔട്ട് ആവുന്നു, നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നു. നമുക്കൊരു ഫിയർ ശരിക്കും. നമുക്ക് ജീവിക്കാൻ ജനിച്ചതുകൊണ്ട് ജീവിച്ച് തീർക്കുന്നതിന് തുല്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഫിയർ ഓഫ് ലോസ്, ഫിയർ ഓഫ് ഫെയിലിയർ. പേടിയാണ്. ഇൻ ഡെപ്തിലോട്ട് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഹൃദയത്തിലോട്ട് നോക്കിയാൽ നമുക്കൊക്കെ പേടിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫിയർ പോയിട്ട് നമുക്ക് ഒരു എലമെന്റിൽ പോലും നമുക്ക് കൺട്രോൾ ഇല്ല. സെറ്റ് ഫ്രീ. അതിന് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുക. ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ അതിൽ എന്ത് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലും അതിലൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിൽ കൃത്യമായിട്ട് വിശ്വാസം ജനിപ്പിച്ച് ആ വിശ്വാസം ഹോപ്പായിട്ട് കണക്കാക്കി നമ്മളൊരു യാത്ര പോകുന്ന പോലെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിത് അവസാനിക്കും നമുക്കറിയില്ല. പക്ഷെ ഏത് നിമിഷം ഇത് അവസാനിച്ചാലും ഒന്നും ബാക്കിയാക്കാതെ പോകാൻ പറ്റുന്ന ഒരു യാത്രയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫ്. അപ്പം നമുക്കൊരു ലൈഫിൽ നമ്മളൊരു ട്രസ്റ്റ്, ഒരു വിശ്വാസത്തോടുള്ള ഒരു യാത്ര പോകുന്നതിന് തുല്യമായിട്ടായിരിക്കണം നമുക്കിത് പോകേണ്ടത്. നമുക്ക് എല്ലാത്തിനും വിശ്വാസം ഉണ്ടായിരിക്കണം. എല്ലാ ആളുകളോടും വിശ്വാസം ഉണ്ടായിരിക്കണം. മനുഷ്യന്മാരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റണം. അല്ലേ? കാരണം നമ്മളൊക്കെ മനുഷ്യരല്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അമ്മയാണ്, ഭാര്യയാണ്, അച്ഛനാണ്, ഭർത്താവാണ്, മക്കളാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. മനുഷ്യനല്ല.
ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്. ശരിക്കും നമ്മൾ മനുഷ്യൻ ബി എ ഹ്യൂമൺ എന്ന് പറയുന്ന ഒരു, ഞാൻ അതിനൊരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യല എൻ്റെ സെഷൻസിലൊക്കെ ഞാൻ ചെയ്യുന്നത്. ബി എ ഹ്യൂമൺ, മനുഷ്യനാവുക. അതാദ്യം പഠിക്കണം നമ്മൾ. ആദ്യം നമ്മളൊന്ന് മനുഷ്യനാവേണ്ടതുണ്ട്. നമ്മൾ ആണാവുക, പെണ്ണാവുക, ഞാൻ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഇതൊക്കെ ആയിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു മനുഷ്യനായിരിക്കണം. അപ്പോൾ കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു എലമെന്റിലാണ് നമുക്ക് ദയുള്ളത്, കാരുണ്യമുള്ളത്, സ്നേഹമുള്ളത്. സ്നേഹത്തിനൊന്നും നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. സ്നേഹമൊന്നും ഇയാൾക്ക് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അയാൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തത് മനുഷ്യനല്ലാത്ത ഏതോ ഒരു എലമെന്റിലൂടെയാണ് അയാൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ വേറെന്തൊക്കെയാണ് അയാളുടെ തോട്ട് പ്രോസസ്സ്, അയാൾ വേറെന്തൊക്കെയാണ് അയാളുടെ കൺസേണുകൾ, അയാളത് വേറെന്തൊക്കെയാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ്, ഇപ്പോൾ കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് തീരെ സ്നേഹിക്കാൻ അറിയില്ല. സ്നേഹിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ്, ഇൻബിൽട്ട് ക്വാളിറ്റിയാണ്. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉള്ളത്. പക്ഷേ ജീവിച്ച് വന്ന വഴികളിലൂടെ ഇതൊക്കെ എവിടേക്കോ പോയി കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തൊക്കെ എന്തൊക്കെയോ സ്വീകരിച്ച് വന്നിട്ടുണ്ട്. സ്നേഹത്തെ മനസ്സിലാക്കിയ രീതികൾ തെറ്റിയിട്ടുണ്ട്. ലവ് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയാറുള്ളത്, നമ്മുടെയൊക്കെ ജീവിച്ച് വന്നതിലൂടെ മനസ്സിലാക്കിയ സ്നേഹം, നമ്മളൊക്കെ അനുഭവിച്ച സ്നേഹമാണ് നമ്മളുടെ ഡെഫിനിഷൻ ഓഫ് ലവ്. എൻ്റെതും നിങ്ങളുടെ ഒക്കെ ഡെഫിനിഷൻ ഓഫ് ലവ് ഡിഫറെൻ്റ് ആയിരിക്കും. സ്നേഹത്തിന് നമുക്ക് ഒറ്റ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ലവ് ഈസ് നത്തിങ് ബട്ട് ലവ്, അതേ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സ്നേഹം എന്ന് പറയുന്നത് നമ്മളൊക്കെ അനുഭവിച്ച് വന്ന, ഇത്രയും കാലം 10-40 വർഷത്തിനുള്ളിൽ നമ്മൾ അനുഭവിച്ച് വന്ന, നമുക്ക് കിട്ടിയ സ്നേഹത്തിന്റെ ഡിഫൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് നമ്മളുടെ ഡെഫിനിഷൻ ഓഫ് ലവ്. അപ്പൊ ആ ഡെഫിനിഷൻ ഓഫ് ലവ് എൻ്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഓക്കെ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. വേറൊരു മനുഷ്യന് ഓക്കെ ആവാൻ ഒരു സാധ്യതയില്ല. ചിലപ്പോൾ മനുഷ്യന് ഓക്കെ ആവാം, ആയിരിക്കാം, ആവാതിരിക്കാം. അപ്പൊ അങ്ങനെ ആകും. അതുപോലെ തന്നെയാണ് അയാളത് എനിക്കും ഓക്കെ ആവാൻ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ ഒരാളായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുമ്പോൾ അയാളിൽ വരുന്ന നെഗറ്റീവ്സിനെ എനിക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. എനിക്കത് ആരോടും ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല പിന്നെ. കാരണം ഡിഫറെൻ്റ് ആണ്, എല്ലാ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ വാക്കുകളിലേ ഉള്ളൂ. അതിവിടെ നമ്മൾ കുറച്ച് ആദ്യം ബ്രെയിനിലോട്ടും കയറണം, കുറച്ച് നമ്മൾ ഹൃദയത്തിലോട്ടും കയറണം. മനുഷ്യന്മാർ ഡിഫറെൻ്റ് ആണ്. ഈ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ഡൈവേഴ്സിറ്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായി മാറി. പക്ഷെ മനുഷ്യനിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ സഞ്ചരിച്ച ഒരു ദൂരത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് മോഡിഫൈഡ് ആണ് നമ്മുടെ ചിന്താഗതികൾ, ഒരുപാട് മോഡിഫൈഡ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ, ഒരുപാട് മോഡിഫൈഡ് ആണ് നമ്മുടെ ഐഡിയോളജികൾ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവും. ആ ഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ അമ്മായിമ്മക്ക് പറ്റുന്നില്ലേ, ആ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഭർത്താവിനും ഭാര്യയ്ക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാണ്ടൊന്നും കാര്യമില്ല. വാക്ക് കൊണ്ട് മനസ്സിലാക്കാൻ എല്ലാ മനുഷ്യന്മാരും, ഇതെല്ലാവരും വ്യത്യാസമില്ലേ, എല്ലാവർക്കും മനസ്സിലാവില്ലേ, ഇതിപ്പോ എല്ലാവരും പറയുന്നല്ലേ, ഇതെല്ലാവരും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഹൃദയത്തിൽ നിന്ന് ഫീൽ ചെയ്യണം. മനുഷ്യന്മാരാണ് ഇതൊക്കെ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ മനുഷ്യന്മാരാണ്. ഞാനൊരു മനുഷ്യനാണ്. ഇവിടെ ആരും വലുതല്ല, ആരും ചെറുതുമല്ല. എവ്രിത്തിങ് നമുക്കൊരു ലീനിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. എല്ലാവരും ഒരേ സ്റ്റേബിൾ ആയിട്ടുള്ളവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഓരോ സഞ്ചാരപഥത്തിലൂടെ, ഓരോ ഓർബിറ്റിൽ കറങ്ങുന്ന ഗ്രഹങ്ങൾ പോലെ നമ്മളൊക്കെ കിടക്കുന്നത്. നമ്മൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടേതായ ഒരു ഭ്രമണപഥത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെൻ്റ് ഉണ്ടാവും, ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനുഷ്യനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ നമുക്ക് ഒരാളെ മനസ്സിലാക്കാനും കൺസിഡർ ചെയ്യാനും വാല്യൂ ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും ഗ്രേറ്റിറ്റ്യൂഡ് കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഈവൻ എൻഡ് ഓഫ് ദി ഡേ ഫൊർഗീവ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ഈ ഡൈവേഴ്സിറ്റി, ഈ ഡിഫറൻസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. സോ ഇതാണ് ഇന്നത്തെ ഒരു പീസ് എന്ന് പറയുന്ന എസെൻസ് ഞാനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ പറയണം. കാരണം മനസ്സിലായോ, ഒരു വേറൊരു ജോണറാണ് ഇത്. നമ്മളൊരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്ന വേറൊരു സിസ്റ്റത്തിലാണ് ഞാൻ പറഞ്ഞത്. സോ ഡൈജസ്റ്റബിൾ ആണോ എന്നുള്ളതൊന്ന് പറയണം. ഓക്കെ, ഫൈൻ, താങ്ക് യു. സർ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാതും എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് എവിടേക്കോ ചിലത് കണ്ട്
ക്ലിക്ക് ആവാത്ത പോലെ തോന്നി. സാർ മേജർ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് പറയോ? ഒന്ന് 3 highlight. കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന് ഡിവൈൻ നമ്മളൊരു ഡിവൈൻ സിസ്റ്റത്തിലോട്ട് കണക്റ്റഡ് ആവുക. 2 ഈഗോ ഫ്രീ ആക്കി മാറ്റുക, ഈഗോ ലെസ് ആയിട്ട് കൺട്രോളിനെ ഒഴിവാക്കിയിട്ട്. 3ാമത്തത് നമ്മുടെ ഒരു ട്രാൻസെൻഡിങ് ഫിയർ, നമ്മുടെ നിന്നാണ് ദ ഫിയർ, അതായത് ഫിയർ ഓഫ് ലോസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ, അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഒരു ജേണി, ഒരു ഹാപ്പിനെസ് ജേണി ക്രിയേറ്റ് ചെയ്യുക, ഒരു സോൾ കണക്റ്റഡ് ജേണി ക്രിയേറ്റ് ചെയ്യുക. കൺട്രോളിങ് ജേണി ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഒരു ഹാപ്പിനെസ് ജേണി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഞാൻ ക്ലിക്ക് ആയില്ല എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് സാർ പറയുന്ന ഓരോ വേർഡ്സും ഒരു ന്യൂ വിസ്റ്റം പോലെയാണ്. അതായത് ഒന്ന് കിട്ടുമ്പോൾ ഞാനത് നോട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് തലക്കാലത്ത് കൊടുക്കുമ്പോൾ അടുത്തത് അപ്പോഴേക്കും പോവാണ്. അതായത് പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് അത്രയും മൂല്യമുള്ളതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു പ്രശ്നമാണ്. റെക്കോർഡ് ഒന്നുകൂടെ കാണണം. അത് അങ്ങനത്തെ സാധനമാണ് ഇത്. ഇത് കുറച്ച് എന്താ പറയാ, അത് നല്ലോണം ശ്രദ്ധിച്ചിരുന്ന് വേറൊരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാണ്ട് അതന്നെ കണക്ട് ചെയ്ത് പോകണം. സാധാരണ ഇങ്ങനെയല്ല ഇത് പോകേണ്ടത്. ഇത് ഓരോ ടോപ്പിക്കും പറഞ്ഞ് അതിനെ ഡിസ്കഷൻ ചെയ്തിട്ട് വേണം പോകാൻ. ഇത് ഞാൻ പറഞ്ഞതിന്റെ വെറും ഒരു 20-30% നിങ്ങൾക്ക് കൺസീവബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതി. കാരണം ഞാൻ എൻ്റെതായ എലമെന്റുകൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പെർസ്പെക്റ്റീവിൽ അതിനെ മാറ്റിയെടുത്തിട്ട് വേണം ഗ്രഹിക്കാൻ. അപ്പോൾ അത് കുറച്ച് പണിയെടുക്കും. അത് നല്ലതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലിറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിയറട്ടിക്കൽ കാര്യം പറയുന്ന പോലെ അല്ല അത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് തവണ ഇനിയും പറയാം. അത് നമുക്ക് ഇനി ഒരുപാട് പറയാനുള്ള കാര്യമാണ്. വളരെ അതിൻ്റെ ഒരു ബേസിക് പാർട്ടാണ്. ഒരു സമാധാനത്തിന്റെ ഒരു ബേസിക് പാർട്ടാണ് ഇത്. കാരണം സമാധാനം എന്ന് പറയുന്നത് ഇതിന് സ്റ്റേറ്റുകളുണ്ട്. സ്റ്റേറ്റ് ഓഫ് പീസ് ഉണ്ട്, ദ സ്റ്റേജസ് ഓഫ് പീസ് ഉണ്ട്. സമാധാനത്തിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, ഒരുപാട് എന്താണ് സ്റ്റേറ്റ്സ് ഉണ്ട് നമുക്കിതിന്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയി ഇപ്പോൾ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു പോയിന്റിന് മാത്രം നമ്മൾ പറയുമ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പീസിനായിട്ട് കണക്ട് ആവുന്നത്, ഫൊർഗീവ്നെസ് എങ്ങനെയാണ് നമ്മൾ പീസിനായിട്ട് കണക്ട് ആവുന്നത്, ഇതൊക്കെ എങ്ങനെ സോളിനായിട്ട് കണക്ട് ആവുന്നത്. ആത്മീയമായിട്ട് ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക്. എല്ലാ വാക്കുകളും നമുക്ക് മൈൻഡ്ഫുൾനെസ്, സോൾഫുൾനെസ്, മെഡിറ്റേഷൻസ്, നമ്മളെ ഈ വരുന്ന എന്താ പറയുക മാനിഫെസ്റ്റേഷന്, വിഷ്വലൈസേഷൻസ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക്കലിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ലോജിക്കൊക്കെ വെച്ച് നമ്മൾ ഇതിനൊരു ഒരു ഒരു സ്വപ്നമാക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വിഷൻ ബോർഡ്, അപ്പം അതിനു വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. അതിലൊരു 100 പേര് ചെയ്യുമ്പോൾ 20 പേർക്ക് അത് ശരിയാവുന്നുണ്ട്, ബാക്കി 80% ആളുകൾക്ക് അത് ശരിയാവുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ഒന്നും ശരിക്കും നമ്മുടെ ഒരു സോൾ കണക്ഷൻസ് നമുക്കില്ല സത്യത്തിൽ. നമ്മളൊരു ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ എന്ന് പറയുന്നതിൽ നിന്ന് ആ ഒരു എലമെന്റിൽ നിന്ന് എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ആ സഞ്ചരിച്ച രീതിയിൽ അത്രയും കാലം, ചിലപ്പോൾ ഒരു 10 വർഷം 30 വർഷം ഒക്കെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ ഓട്ടത്തിലൂടെ നമ്മൾ ഒരുപാട് മോഡിഫൈഡ് ആയിട്ടുണ്ട്. ഒരുപാട് പുതിയ ചിന്തകൾ, പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ, പുതിയ ബിലീഫുകൾ, ഇതിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഏറ്റവും ബേസിക് എലമെന്റ് ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പൊ നമുക്ക് അറിയാലോ മതത്തിനെ വെച്ചിട്ട് നമ്മൾ തീവ്രത കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അതൊരു എന്താ പറയാ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന റിലീജിയസ് ആണ്. മുമ്പ് നോക്കുകയാണെങ്കിൽ നിറത്തിന്റെ പേരിൽ, ബോഡി ഷേമിങ്ങിന്റെ പേരിൽ, അങ്ങനെ നമ്മൾ നോക്കണം ഈവൻ പേരിന്റെ, നമ്മളിതൊക്കെ ഒരു ജാതി പേരിന്റെ പേരിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എത്രത്തോളം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധനത്തിനെ സോൾ കണക്ഷൻ, കാരണം എല്ലാവർക്കും ആത്മാവുണ്ട്, എല്ലാവരും ഒരേ ജെനറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഇതെല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യത്തെ നമുക്കൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു പോയപ്പോൾ നമുക്ക് നമ്മൾ കൂടെയുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ ആൾക്കാർ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അല്ലാത്തവർക്ക് വെവ്വേറെ മനുഷ്യന്മാരാണ്, അത് വേറെ സ്പീഷീസ് പോലെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഒരു സിംഹവും പുലിയൊക്കെ അതൊരു സ്പീഷീസാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ബിഗ് കാറ്റുകൾ വേറെ കുറെ ഉണ്ട്. ഇതേപോലെ മനുഷ്യന്മാർ ഒരു ടീം ഇങ്ങനെ, മറ്റൊരു ടീം ഇങ്ങനെ, നമ്മുടെ ഡോക്ടർമാർ ഇങ്ങനെ, എഞ്ചിനീയർമാർ ഇങ്ങനെ, ഭാര്യമാർ, ഭർത്താവ്, കുടുംബമുള്ള ആൾക്കാർ ഇങ്ങനെ, കുടുംബം ഇല്ലാത്തവരിങ്ങനെ, അതാണ് വെറുതെ നടക്കുന്നവരങ്ങനെ, അല്ലെങ്കിൽ കുടുംബത്തോടെ നടക്കുന്നവരിങ്ങനെ. ഇങ്ങനെ നോക്കി നമുക്ക് മാക്സിമം ഒരാളെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കാണാൻ പറ്റുമോ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. ഒരാളെ നോക്കുമ്പോൾ നമ്മളെ പോലെ അല്ലല്ലോ അയാള് എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം.
അത് നമ്മൾ കൂട്ടത്തിൽ പെടുന്ന അല്ലല്ലോ. അത് പല രീതികളിൽ. അത് ഏതൊക്കെ രീതി നമുക്ക് പറ്റുമോ, എന്തൊക്കെ ക്രൈറ്റീരിയാസ് പറ്റുമോ അത്രയൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബേസിക്കലി അതിന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, എല്ലാവരും മനുഷ്യന്മാരാണ്. ആ പോയിന്റിൽ എത്തിയിട്ട് അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ഇനി പറയാനുള്ളത് അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്ത പോയിന്റ് മുതലാണ് ഇനി നമുക്ക് സംസാരിക്കാനുണ്ടാവുക. സർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമ്മള് ഇതൊക്കെ മനസ്സിലാക്കി ഒരു മനുഷ്യനായി എല്ലാവരും മനുഷ്യന്മാരാണ് എന്നുള്ള ആ ധാരണ വന്നാൽ ഇല്ലേ, എന്നാൽ വന്നപ്പോ എനിക്കുണ്ടായ ഒരു ചിന്തയാണ്, ഉം. ഒരാള് കരയുമ്പോ ഒരാൾക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കണം? ഒരാൾ നമുക്ക് കരയുമ്പോൾ ഒരാൾക്ക് എല്ലാവരും ചിരിക്കാൻ സാധിക്കുന്നത് ആ ആ സാധിക്കില്ല. സാധിക്കണ്ടല്ലോ. അതിപ്പോ നമ്മൾ പണ്ട് മുതലേ ഒരു പഴമൊഴിയൊക്കെ കേട്ടിട്ടില്ലേ, എന്ത്? അമ്മയ്ക്ക് മരണവേദന മകൾക്ക് വീണവായന എന്നൊക്കെ. ആ അല്ല, അത് അതൊക്കെ അവിടെ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിപ്പോ എല്ലാവരും ഒന്നാണ്. അത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് കിട്ടിയ ഇപ്പൊ മതം തന്നെയാണ് എടുത്തത് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം. ഉം. അപ്പൊ ബാക്കിയുള്ളവര് പറയണ ഒന്നും ശരിയല്ല. ഇപ്പൊ നമ്മള് മുസ്ലിംസ് എടുക്കുകയാണെങ്കിൽ ആ. സ്വർഗം എന്ന് പറയണത് മുസ്ലിംസിന് മാത്രം. ആ മുസ്ലിം അങ്ങനെ ഒരു മുസ്ലിം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് വിവരമില്ല എന്നാണ്. അതെ, അതെ. പക്ഷെ അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു മനുഷ്യൻ പറയാണ് ഇത് എനിക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ മനസ്സിലാക്കുക അയാൾ മനുഷ്യനല്ല എന്നുള്ളത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരും. വരും. ഇത് നമുക്കൊരു വിശ്വാസത്തിലൂടെ ഇത്രയും നാള് പോയിട്ട് ആ വിശ്വാസം നമ്മൾ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മൾ തന്നെ ബോധിപ്പിക്കുമ്പോ തന്നെ നമ്മൾ മെന്റലിയും ഫിസിക്കലിയും വീക്ക് ആവും, ഇല്ലേ? അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ നമ്മളൊന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയാറുള്ളത് നമ്മുടെ പേഴ്സ്പെക്റ്റീവാ ശരിയല്ലാത്തത്. അതെ, നമ്മൾ പേഴ്സ്പെക്റ്റീവ് ഒരു സിസ്റ്റം ഇപ്പൊ ഇപ്പൊ മോഡേൺ മെഡിസിൻ ഒരു ഡോക്ടർ മരുന്ന് എഴുതി ആ ഒരു മരുന്ന് ശരിയായില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്ടർ ചിലപ്പോൾ പൈസ ആഗ്രഹിച്ചിട്ട് കൂടുതൽ മരുന്ന് എഴുതിയപ്പോൾ ആ പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ട് വന്നു. ഇത് വെച്ചിട്ട് നമ്മൾ ആ സിസ്റ്റത്തിനെയാണോ മോശം പറയേണ്ടത്, ഡോക്ടറിനെയാണോ മോശം പറയേണ്ടത്? ഡോക്ടറിന്റെ അത്യാഗ്രഹം കൊണ്ട് സംഭവിച്ച ഒരു കാര്യം സിസ്റ്റത്തിനായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അവർക്കൊക്കെ അതിൻ്റെതായ ആശയങ്ങളുണ്ട്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആശയങ്ങളും ഒന്നാണ്. അതൊക്കെ നമുക്ക് പഠിച്ച് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ വിശ്വാസങ്ങളുടെയും ഉൽപ്പത്തി, ഒരു ഒറിജിൻ എന്ന് പറയുന്നത് അത് ഏകദേശം ഒന്നിലോട്ട് തന്നെയാണ്, ഒരു സിംഗുലർ പോയിന്റിലോട്ട് തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അത് പഠിച്ച ആളുകളൊക്കെ സംസാരിക്കുന്ന രീതി, കുറച്ച് ബോധമുള്ള ആളുകളുടെ നമുക്ക് വാക്കുകളൊക്കെ നമുക്ക് അതിപ്പോ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇവരൊക്കെ കുറച്ച് ബോധത്തിലിരുന്ന് ഇത് പഠിച്ചു വന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഏകദേശം എല്ലാം ഒരേ കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യന്മാർ ഇതിനങ്ങ് മാക്സിമം 4 ഭാഗത്തേക്ക് ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിങ്ങനെ മാറ്റാൻ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാത്തിലും ഉണ്ട്. അത് ഒരൊന്നിലും അല്ല, അതെല്ലാത്തിലും ഉണ്ട്. അത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ പെർസ്പെക്ഷൻ ശരിയല്ല. അവർ ഉൾക്കൊള്ളുന്ന രീതികൾ ശരിയല്ല. അവർ പഠിച്ചു വന്ന വഴികൾ ശരിയല്ല. അവർ കേട്ട അറിവുകൾ ശരിയല്ല. അവർ കണ്ട് മനസ്സിലാക്കിയത് ശരികളല്ല. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരായിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ മുതലെടുക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ സൊസൈറ്റി മൊത്തവും കണ്ടുവരുന്നത്. ചിന്താഗതിയല്ല, എവിടെയും അത് തന്നെയാണ്. അതെ, ഇവിടെ മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ എളിമയുള്ള ഒരാളായിക എന്നുള്ളതോ അല്ലെങ്കിൽ വിനയപൂർവ്വം ജീവിക്കുക എന്നുള്ളതോ അല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബോധതലങ്ങളെ മനസ്സിലാക്കിയുള്ള ഒരു മനുഷ്യനായി മാറുക. കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ സഹാനുഭൂതി, പിന്നെ പരസ്പരം സഹായിക്കാനുള്ള ഇത് അങ്ങനെ അവിടെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്കൊരാളെ സ്നേഹിക്കാം. ആ സ്നേഹത്തിന് ഒരു മോഡറേറ്റ് സ്പേസ് ഉണ്ട്. നമുക്കൊരു ഹൈ ലെവൽ ഫ്രീക്വൻസി ഉണ്ട്, ലോ ലെവൽ ഫ്രീക്വൻസി ഉണ്ട്, ഒരു മോഡറേറ്റ് സ്പേസും ഉണ്ട്. ഈ മോഡറേറ്റ് സ്പേസിലാണ് മനുഷ്യൻ കിടക്കുന്നത്. അമിതമായിട്ട് സ്നേഹിക്കാനും പോകരുത്, തീരെ ദേഷ്യം കാണിക്കാനും പോകരുത്. ഇതിന്റെ പാകം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പാകത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും പവർഫുൾ.
അങ്ങനെ പവർഫുൾ ആയ ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മനുഷ്യനിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരാളെക്കാളും നമ്മൾ എത്രയോ പവർഫുൾ ആയിരിക്കും. അയാൾക്ക് ഒരിക്കലും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ചിന്തകൾ ഡിഫറെൻ്റ് ആണ്. യെസ്, ഡെഫിനറ്റ്ലി ബൗണ്ടറി സെറ്റിംഗ് അത് തന്നെ അതിൻ്റെ ഒരു ബേസിക് സ്പേസ് ആണ് അത്. അപ്പോൾ നമുക്ക് ബൗണ്ടറി സെറ്റായി നമ്മളൊരു എന്താണ് കഷ്ടപ്പെട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട. കാരണം ഈ മോഡറേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ആവും. സ്വാഭാവികമായിട്ടും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യും. കാരണം ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അത് സത്യമാണ്. നമ്മൾ മനുഷ്യരായിട്ട് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. പിന്നെ നമ്മൾ നമ്മുടെ മുന്നത്തെ നമ്മളും, അതായത് സെയിം സിറ്റുവേഷൻ നമ്മൾ മുന്നേ എങ്ങനെയാണോ ഡീൽ ചെയ്തിരുന്നത് ഇപ്പൊ എങ്ങനെയാണോ ഡീൽ ചെയ്തിരുന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് മറ്റൊരാൾ നമ്മളെ വിലയിരുത്തുമ്പോഴാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ നമുക്കിത് സാധിച്ചു എന്നുള്ളത് മനസ്സിലാവും. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പൊ ഒരാളിവിടെ കമന്റ് ചെയ്തു, കുട്ടി ജനിക്കുന്നവന്റെ കുട്ടി കരയും, അമ്മ ചിരിക്കും. അതെ, അത് ഞാൻ പറയാം, അത് നമുക്ക് അങ്ങനത്തെ ഒക്കെ എലമെന്റുകൾ നമുക്ക് ആസ് എ മനുഷ്യൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ സങ്കടത്തിൽ കരയുമ്പോൾ ആ കരച്ചിലിനെ എമ്പതി എന്ന് പറയില്ലേ, നമുക്ക് ഒരാളെ സങ്കടത്തെ ഫീൽ ചെയ്യണം. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഇതിലുണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാള് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരു വിഷമം നമ്മൾ സംസാരിക്കുകയാണ്, സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലയന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ആ വിഷമത്തെ നമുക്ക് ഏത് ലെവലിലാണ് നമ്മൾ അതിനെ കൺസീവ് ചെയ്യാൻ നോക്കുന്നത്? അയാളുടെ ലെവലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലെവലാണോ? എൻ്റെ ലെവലിൽ ഞാൻ ആ വിഷമത്തെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമായിട്ട് തോന്നൂല. അയാളുടെ ലെവലിൽ എനിക്ക് ആ വിഷമത്തെ ഫീൽ ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനു പറയുന്നത്, എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്ന് പറയുന്നത് എനിക്കിപ്പോ നമ്മൾ സിനിമ കാണുമ്പോൾ മമ്മൂട്ടി കരയുമ്പോൾ എനിക്കും കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അവിടെ ആ ഇമോഷൻ, ആ ക്യാരക്ടർ എവിടേക്കോ എൻ്റെ ബ്രെയിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു വിഷമം പറയുമ്പോൾ അതിന് ചിരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് എടുത്തത് എൻ്റെ രീതിയിലാണ്, അയാളുടെ രീതിയിലല്ല. അപ്പൊ അയാളുടെ രീതിയിൽ എടുക്കാൻ കഴിവുള്ള ഒരാളാണ് മനുഷ്യൻ. എൻ്റെ രീതിയിൽ ഞാൻ എടുക്കുമ്പോൾ ഞാൻ മനുഷ്യരിൽ നിന്ന് എവിടേക്കോ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നുകിൽ ഒരു ഹൈ ലെവലിലാണ്, അയാളെക്കാളും വലിയ ആളാണെന്ന് എനിക്കൊരു തോന്നലുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ വേറൊരു പ്രൊഫഷണൽ ആണെന്നുള്ളൊരു തോന്നലുണ്ടാവണം. ഞാൻ ഇങ്ങനെ ഒരാളാണെന്നൊരു തോന്നലുണ്ടായിരിക്കണം. മനുഷ്യനാണെന്ന് തോന്നുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സങ്കടപ്പെടുന്ന ഒരാളുടെ സങ്കടത്തെ ഫീൽ ചെയ്യാൻ പറ്റും. അത് വിചാരിച്ചിട്ട് ഞാൻ സങ്കടപ്പെട്ട് അവൻ്റെ കൂടെ അയ്യോ വാവെന്നും പറഞ്ഞ് പോകത്തുമില്ല. കാരണം എനിക്കത് മനസ്സിലായി, അയാളുടെ വിഷമം എന്താന്ന് മനസ്സിലായി, അവിടെ എൻ്റെ ജോലി എന്താന്ന് മനസ്സിലായി. എൻ്റെ ജോലി എന്താ? അയാൾക്ക് കൃത്യമായിട്ടൊരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പൊ ഇത് രണ്ടും ബോധ്യമുള്ള ഒരാളാണ് മനുഷ്യന്. അല്ലാണ്ട് അവന്റെ സങ്കടം കേട്ടപ്പോഴേക്കും ആ സങ്കടത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരാളല്ല മനുഷ്യന്. അവിടെയും തെറ്റി. രണ്ടും പാടില്ല. ഒരു എക്സ്ട്രീമിസത്തിലോട്ട് പോകാനും പാടില്ല, ഏറ്റവും ബേസിലോട്ട് പോകാനും പാടില്ല. ഇതിനൊരു മോഡറേറ്റ് സ്പേസ് ഉണ്ട്. അപ്പൊ ഒരാളുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ യെസ്. ഹലോ ഡോക്ടർ, ഇപ്പൊ ആ പറഞ്ഞ പോയിന്റിലാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. കാരണം വേറൊരാളുടെ വിഷമങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവർ വന്ന് ആ വിഷമം പറയുമ്പം ആ വിഷമത്തിൽ അലിഞ്ഞ് നമ്മൾ കൂടെ ഇല്ലാതായി പോകുന്ന അവസ്ഥ, അത് ഏത് അവസ്ഥയാണ്? അതിൽ നിന്ന് എങ്ങനെ നമുക്ക് മോഡറേറ്റ് സ്പേസിലേക്ക് വരാം? അവിടെ ആ ചോദ്യം ചെറുതാണെങ്കിലും ഉത്തരം വലുതാണ്. ഉത്തരം നമുക്ക് എനിക്ക് തോന്നുന്നു ചെറിയൊരു രീതിയിൽ പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ ഇത് ശരിക്കും കേൾക്കട്ടോ. നമ്മുടെ ഒരു സ്പാൻ ഇപ്പോൾ ഒരു 30 വയസ്സാണെന്ന് വിചാരിക്കാം. ഈ 30 വർഷത്തിനുള്ളിൽ നമ്മൾ ലോഡഡ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഈ ബ്രെയിനിൽ നമ്മൾ കയറ്റി വെച്ച ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പ്രോസസ്സിങ്ങിലാണ്. അതിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിന് പാകപ്പെടുന്ന പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഇപ്പോഴും ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും ഇതിങ്ങനെ കണക്റ്റഡ് ആയി മെല്ലെ മെല്ലെ വരും. അപ്പോൾ ഇത് നമ്മുടെ ബിലീഫായി മാറും. അതായത് നമ്മളൊരു എക്സാമ്പിൾ, നമ്മൾ ചെറുപ്പത്തിൽ മഴ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ പറയാണ്, സ്റ്റേറ്റ്മെന്റ് പറയാണ്, മഴ എന്ന് പറയുന്നത് മഴ കൊള്ളലട്ടോ, ജലദോഷം വരും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു ബിലീഫായിട്ട് മാറാണ്. അത് അപ്പം തന്നെ ബിലീഫായിട്ട് മാറില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് കൺസേൺ ഒന്നുണ്ടാവില്ല, നമ്മൾ പോയി മഴ കൊള്ളും. അപ്പൊ ഈ മഴ കൊണ്ടപ്പോൾ പനി വന്നു, പനി വന്നു. ഈ പനി വന്നപ്പോൾ അമ്മ വീണ്ടും പറയാണ്, മഴ കൊണ്ടില്ലേ, അതുകൊണ്ടാണ് പനി വന്നത്. അപ്പൊ ഇങ്ങനെ 3, 4, 5 സ്റ്റേറ്റ്മെന്റുകൾ കൂടുമ്പോഴാണ് നമുക്കതൊരു ബിലീഫായിട്ട് മാറുന്നത്. അപ്പൊ മഴ കൊള്ളുമ്പോൾ എല്ലാവർക്കും പനി വരുന്നില്ല, എനിക്ക് മാത്രം വരുന്നു. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള കാര്യത്തിലേക്ക് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി പോലും നമ്മുടെ മെന്റൽ എഫിഷ്യൻസിനായിട്ട് കണക്റ്റഡ് ആണ്, സോളിനായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിൽ ഇമ്മ്യൂണിറ്റിയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ടുള്ള നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് ട്രെയിനിങ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിൽ
ഇമ്മ്യൂണോഗ്ലോബിൻ സിസ്റ്റത്തിലൊക്കെ, അതായത് നമ്മളെ എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ നമ്മുടെ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ലൂയിസ് ഹെയ് എന്ന് പറയുന്ന അയാളുടെ ഒരു ബുക്ക് ഉണ്ട്, നമ്മുടെ ശരീരത്തെ യു ക്യാൻ ഹീൽ യുവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ പറ്റുന്ന അയാളുടെ ഒരുപാട് എക്സ്പീരിയൻസ് അയാൾ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തെ നമുക്ക് മനസ്സ് വെച്ച് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽ ഓഫ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ നമ്മൾ ബിലീഫാക്കി വെക്കുമ്പോൾ ഈ ബിലീഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു സങ്കടങ്ങളുടെ ബിലീഫ് കൂടുതലുണ്ടെങ്കിൽ, വെറുപ്പിൻ്റെ ബിലീഫ് കൂടുതലുണ്ടാവാം, ഈഗോയുടെ ബിലീഫ് കൂടുതലുണ്ടാവാം. ഏത് ബിലീഫാണോ നമുക്ക് കൂടുതലുള്ളത് അതനുസരിച്ചായിരിക്കും നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ബിലീഫിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് പരാതികളുണ്ട്, എനിക്ക് ചെറുപ്പം തൊട്ട് ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒരുപാട് ചതികളുടെ കഥകൾ എനിക്ക് പറയാനുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് കാണുന്നതെല്ലാം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. ഈ ഇൻസെക്യൂരിറ്റീസ് ഒരുപാട് ഞാൻ കാണുമ്പോൾ മറ്റുള്ള ആളുകളുടെ ഇൻസെക്യൂരിറ്റീസ് എനിക്ക് പറയുമ്പോൾ എൻ്റെ ലൈഫിനായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവും. അപ്പോൾ കണക്റ്റ് ആവുമ്പോൾ നമ്മൾ ബേസിലാണ് കിടക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ എല്ലാം നമ്മൾ വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ നെഗറ്റീവ് കേൾക്കുമ്പോൾ, മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്മളിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ മറ്റൊരാളിൽ നിന്ന് പുറത്താക്കാനുള്ള വഴി നമുക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ഇരുട്ടെത്താൻ നിൽക്കുന്നത് നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റും? നമ്മുടെ കയ്യിലുള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ മറ്റൊരാൾ ദാഹിച്ച് വലഞ്ഞു വന്നാൽ എനിക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായാലേ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ വെളിച്ചം ഉണ്ടെങ്കിലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻലൈറ്റ് ചെയ്യേണ്ട സെൽഫിനെയാണെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. എനിക്ക് മറ്റുള്ളവരെ വെളിച്ചം കാണിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പക്ഷെ വെളിച്ചം കാണിക്കാൻ എനിക്ക് സെൽഫിൽ ഞാൻ അന്ധകാരത്തിലാണെങ്കിൽ, ഞാൻ ഡാർക്ക്നെസ്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിച്ചം കാണിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഡാർക്ക്നെസ് സ്പേസിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ റീസൺ നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കുക. ലൈഫിൽ നമ്മൾ മനസ്സിലാക്കിയതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കഥകളിൽ, ഒരുപാട് അനുഭവങ്ങളിലൊക്കെ നമ്മൾ പെർസീവ് ചെയ്തതെല്ലാം നെഗറ്റീവ് സൈഡാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനെല്ലാം പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്, ബട്ട് കുറച്ച് ടൈം വേണം. താങ്ക് യു. വാസ്റ്റ് ടോപ്പിക്ക്, പക്ഷേ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. ഇപ്പൊ ഇവര് പറഞ്ഞ പോലത്തെ ഒരു തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മള് ഒരു മനുഷ്യനായി മാറി മറ്റുള്ളവരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം, അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ ഒരുപാട് വേദനകളാണ് ഉണ്ടായിരിക്കുന്നത്. അയ്യോ, അവർക്ക് അങ്ങനെ പറ്റിയല്ലോ, എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വരും. എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ പറഞ്ഞ ഞാൻ ഒരുപാട് ദുഃഖിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളും അല്ലേ, നമ്മുടെ ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോ അവരിനെ സമാധാനിപ്പിക്കാൻ പോയി നോക്കൂ, ആ വിഷമം പറഞ്ഞ ആളെ ആയിരിക്കില്ല തിരിച്ച് നമ്മളോട് പ്രതികരിക്കണത്, അല്ലേ? അവർക്ക് കേൾക്കാൻ ഒരാളെ ആവശ്യമുള്ളൂ, സൊല്യൂഷൻ ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ല. അതെ, ഇവിടെ സംസാരിക്കാന്ന് പറയുന്നത് പോലും നമ്മൾ ശ്രദ്ധിക്കട്ടെ. നമുക്ക് ടൈം ഒരുപാടായിട്ടുണ്ട്, പോകേണ്ടവർക്ക് പോകട്ടോ. അതായത് നമ്മുടെ ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ല എന്ന് പറയുന്നത് വരെ ഭയങ്കര അബദ്ധമാണെന്ന് ഞാൻ പറയാം. കാരണം സെൽഫിനെ മനസ്സിലാക്കി കഴിയുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എപ്പോഴും എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരാൾ വേണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് മാറാൻ പറ്റും. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരാളോട് ഇങ്ങനെ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതെല്ലാം ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ വല്ലാണ്ട് കോംപ്ലിക്കേറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. വളരെ സിംപ്ലിഫൈ ചെയ്ത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്യാൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറയാനേ ഉണ്ടാവുള്ളൂ. പറയുന്നതെല്ലാം നല്ലതുമായിരിക്കും. അപ്പോൾ കേൾവിക്കാർ കൂടും. നമ്മൾ പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ കേൾക്കാൻ ആളുകളില്ലാണ്ടാകും. അപ്പോൾ ആളുകളില്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ വരും. അത് കാരണം വീണ്ടും നമ്മുടെ സ്ട്രെസ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ഉള്ളിൽ ഒരുപാട് പരാതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത്, ഓരോന്നിനെ ഹീൽ ചെയ്ത് മാറ്റുക എന്നല്ലാതെ അതിന് വേറെ വഴികളൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീലിംഗ് സിസ്റ്റത്തിൽ വരുന്നൊരു കാര്യം. നമുക്ക് അതിനെ ഹീൽ അത് ചെയ്യാൻ നമ്മൾ എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഹെൽപ്പ് വേണം. ഒരു ട്രോമ ഹീലിംഗ് എന്നൊക്കെ പറയുന്നത് അതാണ്. പക്ഷെ ഞാനൊക്കെ ചെയ്യുന്നത് തോട്ട് റീ എഞ്ചിനീയറിംഗ് എന്നാ പറയുക അതിന്. ചിന്തകളെ റീ എഞ്ചിനീയർ ചെയ്ത് റീഫ്രെയിം ചെയ്ത് മാറ്റുക. അപ്പോൾ അതൊന്നും ഒരു 2 3
തവണ സംസാരിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ശരിക്ക് ഒരു കണക്ഷൻ ഉണ്ട് ഇതിൽ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ട് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്പേസ് ഉണ്ടാവണം, എന്തും പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അവിടെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് സംസാരിച്ചു തുടങ്ങും. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളായി കാത്തു വെച്ചതും സൂക്ഷിച്ചു വെച്ചതും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം മെല്ലെ മെല്ലെ പുറത്തു വരുമ്പോൾ നിങ്ങളടക്കം റിയലൈസ് ചെയ്യും, ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മൾ റിയലൈസ് ചെയ്യും. ഇപ്പം നമുക്ക് ചിന്തിക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻസ്ഡായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുക. ബട്ട് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാലങ്ങൾ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഉണ്ടാവും. ഇത് എടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയാണ്ട് അത് നമ്മൾ പറയാണ്ട് പറഞ്ഞു പോവുക എന്ന് മാത്രമല്ല, പറഞ്ഞു പോയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത്രയധികം കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ, ഇത്രയും വിഷമങ്ങൾ എൻ്റെ ഉള്ളിൽ, എനിക്ക് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നോ, ഞാൻ ഇത്ര ഈഗോ ഉള്ള ഒരാളായിരുന്നോ, ഇത്രയും വെറുപ്പുള്ള ഒരാളായിരുന്നു ഞാൻ, എന്നെ ഇത്രയും പ്രശ്നക്കാരനായിരുന്നോ ഞാൻ. ഇതൊക്കെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മളെ ഒരു സെഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഇത്രയും വലിയൊരു പൊട്ടനായിരുന്നു ചോദിച്ചവരുണ്ട്, ഇത്രയും പേടി എനിക്ക് ഉണ്ടായിരുന്നു ചോദിച്ചു. ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് കാണിച്ച് ജീവിക്കുന്ന ഒരാളായിരിക്കും. അയാൾ എന്നോട് ചോദിക്കും, ഇത്രയും പേടിയുള്ള ഒരാളായിരുന്നു അല്ലേ. കാരണം അയാൾക്ക് അറിയുന്നില്ല, നമ്മൾ ഈ മുഖം മൂടി ധരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് നമ്മൾ ഉള്ളിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാറ്റിക് പോയിന്റിലോട്ട് എത്തും. നമ്മൾ ഭയങ്കര റെസിലിയൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മളുടേതായ മോഡറേറ്റ് സ്പേസിലോട്ട് മെല്ലെ 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 ഇങ്ങനെ എത്തും. അത് എത്താൻ നമുക്ക് സമയം വേണം, അതിനൊരു സെക്കൻഡ് പേഴ്സൻ്റെ ഹെൽപ്പും ആവശ്യമുണ്ട്. സ്വയം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ പറ്റും. നല്ല ക്ഷമയോടെ മുന്നോട്ട് പോകാൻ ഒരു പരിധിവരെയൊക്കെ പറ്റും. ബട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരാളുടെ ഹെൽപ്പിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹെൽപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഹെൽപ്പ് കൊടുക്കുന്നുണ്ടോ? സെഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടോ? ഈ പ്ലാറ്റ്ഫോം അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യാം. എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് സാറിന്റെ നമ്പർ ഒന്ന് കിട്ടിയാൽ ഉണ്ടാവും, കോൺടാക്ട് ചെയ്താൽ മതി. അത് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാത്തിനും ഇതെന്നുള്ളതല്ല. ലൈഫിൽ എന്ത് കാര്യം എക്സ്പെർട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്പെർട്ടൈസ് ചെയ്യുക. നമ്മൾ തീരുമാനിച്ചാൽ എത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എക്സ്പെർട്ടൈസ് ചെയ്യണം. നമ്മൾ എന്ത് കാര്യം, ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ആ കാറ് ഷോറൂമിൽ പോയിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കി വരുന്നു. ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ കാണിക്കുന്നത് പറയുന്ന പോലെ തന്നെ ലൈഫിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്തേ പറ്റൂ. നമുക്കറിയാത്ത ഒരുപാട് എലമെന്റുകൾ ഈ ലോകത്ത് കിടക്കുന്നുണ്ട്. നമുക്കറിയുന്നത് വളരെ കുറച്ച് മാത്രമാണ് മനസ്സിലാക്കുക. അപ്പോൾ അറിയാത്തതിനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ബാക്കി അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. ഇതുപോലത്തെ ടോപ്പിക്കുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.